ഹായ് ഡിയേഴ്സ്, ഇറ്റ്സ് മീ ഷാനവാസ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൽ വിജയിക്കുന്നതിൻ്റെ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കുന്നതിൻ്റെ ഒരു ഭാഗം എന്താണ്? അതിനൊരു പ്രധാന ഒരു ഘടകമുണ്ട്. ഘടകം ആ ഒരു അഫർമേഷൻ, ലൈഫിൽ നമ്മൾ അഫർമേഷൻ പാലിക്കുക എന്നതാണ്. പോസിറ്റീവ് അഫർമേഷൻസ് ദിവസവും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ അതേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുള്ളൂ. നമ്മൾ ഉപബോധ മനസ്സിലേക്ക് നമ്മൾ കൊടുക്കുന്ന എന്താണോ ഇൻപുട്ട്, ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഇൻപുട്ട് അല്ലേ, പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ വിജയം നമുക്ക് ഉണ്ടാവുന്നത്. നമ്മളെപ്പോഴും നമ്മൾ രണ്ട് മനസ്സ്, നമുക്ക് ജീവിക്കണം, നമുക്ക് വിജയിക്കണം, ഇറ്റ് മീൻസ് നമുക്ക് വിജയിക്കണം. എന്നാൽ നമുക്ക് മനസ്സിലേക്ക് എപ്പോഴും നെഗറ്റീവ് മൈൻഡാണ് വരുന്നത്, നെഗറ്റീവ് വേർഡ്സ് ആണ് വരുന്നത്. നമ്മൾ ഒരിക്കലും ആ ഒരു അച്ചീവിലേക്ക് എത്തില്ല. ലൈഫിൽ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് നമ്മുടെ ഉപബോധ മനസ്സിന് കൊടുത്തിരിക്കണം, നിർബന്ധമായിട്ടും. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാവും. എത്രത്തോളം അതിന് നമ്മൾ ആ ഒരു അഫർമേഷൻസ് നമ്മളെ ലൈഫിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നുള്ളതാണ്. അതിന് അത്രയും പവറാണ്. നമ്മൾ എപ്പോഴും ഒരു പോസിറ്റീവ് അഫർമേഷൻസ് എന്തായിക്കോട്ടെ നമ്മൾ നേടാൻ കഴിയും, ഞാൻ നേടിക്കഴിഞ്ഞിരിക്കുന്നു, അത് നേടാൻ കഴിയും എന്നുള്ള എല്ലാവരും പറയുന്നത്, നേടിക്കഴിഞ്ഞു എന്നുള്ള രീതിയിൽ നമ്മളത് പോസിറ്റീവായിട്ട് അഫർമേഷൻസ് അവിടെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് അത് നേടിക്കഴിഞ്ഞു, എനിക്കത് സംശയമില്ല. അപ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ പവർ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭയങ്കര പവറാണ്. ഉപബോധ മനസ്സ് നമ്മൾ എന്താണോ കൊടുക്കുന്നത്, പോസിറ്റീവ് അഫർമേഷൻസ് കൊടുക്കുന്നതിനനുസരിച്ചാണ് അത് അവിടെ പ്രവർത്തനം. അപ്പം നമ്മളിലേക്ക് ആവശ്യമായ അനുബന്ധമായ കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് കൊണ്ടുവരും. ആ ഒരു സംഗതി എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന എല്ലാ സംഗതികളും നമ്മളിലേക്ക് കൊണ്ടുവരുവാണ് എനർജി. നമ്മൾ എനർജി കണക്റ്റഡ് ആണ്. ഈ ഒരു യൂണിവേഴ്സൽ എനർജി കണക്റ്റഡ് ആണെന്നുള്ള നമുക്ക് കാര്യം പറയാം അല്ലെ. ആ ഒരു കണക്റ്റഡ് ആണ് എനർജി. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ പോസിറ്റീവ് അഫർമേഷൻ എന്താണോ കൊടുക്കുന്നത് അല്ലെ, നമ്മൾ പോസിറ്റീവായ അഫർമേഷൻ കൊടുക്കുന്നതിന് അനുസരിച്ചാണ് ആ ഒരു എനർജി അവിടെ പ്രവർത്തിക്കുന്നത്. സോ നമ്മളെ ലൈഫിൽ നമ്മളെപ്പോഴും രാവിലെ എഴുന്നേറ്റതിന് ശേഷം തുടങ്ങുക, നമ്മളെപ്പോഴും ലൈഫിൽ നല്ല നല്ല പോസിറ്റീവ് അഫർമേഷൻസ്. ഞാൻ വലിയ സമ്പന്നനാണ്, സന്തോഷവാനാണ് അല്ലെ, എൻ്റെ കയ്യിൽ ഒരുപാട് ക്യാഷ് ഉണ്ട്. അതുപോലെ എക്സാമ്പിൾ നമ്മളങ്ങനെ എൻ്റെ കുടുംബം വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു അല്ലെ, അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നു. ഇങ്ങനെയുള്ള ഒത്തിരി അഫർമേഷൻസ് നമ്മൾ പറഞ്ഞു തുടങ്ങിയാൽ, അത് എഴുതി തുടങ്ങിയാൽ അവിടെ തുടങ്ങും നമ്മളെ ലൈഫിൻ്റെ വിജയം. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഈ പോസിറ്റീവ് അഫർമേഷൻസിന്റെ പ്രാധാന്യം ഒരു ചെറിയൊരു പ്രാധാന്യമല്ല, വലിയ പ്രാധാന്യമാണ്. നമ്മളെ ലൈഫ് തന്നെ മാറ്റിമറിക്കാവുന്ന ഒരു സംഗതിയാണ്, ഒരു കാര്യം, വലിയൊരു ഘടകമാണ് അഫർമേഷൻസ്. നമ്മളിപ്പോൾ ലൈഫിൽ നമുക്ക് അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും അല്ലേ, നമുക്ക് ലൈഫിൽ അത് ചെയ്യണം, എല്ലാം നേടണം, എല്ലാവർക്കും പലതരം ഗോളുകൾ ഉണ്ടാവും. പക്ഷെ അതേ സ്പോട്ടിൽ തന്നെ, അതേ സമയത്ത് തന്നെ നമ്മളെ ലൈഫിൽ നമ്മളെ മനസ്സിലേക്ക് കയറി വരികയാണ്, ഇത് നടക്കുമോ എന്ന ചിന്ത വരികയാണ്. ആ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അവിടെ എന്താവും? അവിടെ സംഭവിക്കില്ല, നെഗറ്റീവാണ് അവിടെ വരുന്നത്. നമ്മൾ ഏതൊരു കാര്യത്തെയും ആ ഒരു പോസിറ്റീവ് അഫർമേഷൻസ്, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, അതിലേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, പോസിറ്റീവായിട്ട് എപ്പോഴും നമ്മൾ അഫർമേഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഞാൻ ധൈര്യവാനാണ്, ഞാൻ സന്തോഷവാനാണ്, എനിക്കതിന് കഴിയും. അപ്പോൾ അതാണ് അവിടെ സംഭവിക്കുക. അപ്പോൾ നമ്മൾ ലൈഫിൽ എപ്പോഴും നല്ല പോസിറ്റീവ് അഫർമേഷൻ ദിവസം നമുക്ക് അത് പ്രാവർത്തികമാക്കുക, ഡെയിലി ദിനം പ്രതി നമുക്ക് ശീലമാക്കി മാറ്റുക, അതൊരു ബുക്കിൽ എഴുതുക. സോ നമ്മളൊരു ബുക്കിൽ എഴുതുക, നമ്മൾ ഇങ്ങനെയുള്ള പോസിറ്റീവ് അഫർമേഷൻസ് എഴുതുമ്പം ആ ഒരു ശരിക്കും ഉപബോധ മനസ്സ് ആ ഒരു ശക്തി വലിച്ചെടുക്കുന്നതാണ്. ആ ഒരു അത്രത്തോളം പവർ നമ്മൾ ഉപബോധ മനസ്സ് നമ്മൾ മനസ്സിലാക്കുക. ആ ഒരു പവർ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ നല്ല നല്ല പോസിറ്റീവ് അഫർമേഷൻസ് കൊടുക്കുക. സോ എല്ലാവരുടെ ലൈഫിൽ നല്ല നല്ല പോസിറ്റീവ് അഫർമേഷൻസ് ഒക്കെ കൊടുത്ത് ആ ജീവിതം കളർഫുൾ ആവട്ടെ എന്ന് വളരെ ആശംസിക്കുന്നു. ബൈ, താങ്ക് യു.